നടക്കാനിരിക്കുന്ന മെത്രാൻ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി അസോസിയേഷനെതിരെ വിശ്വാസികൾ കോട്ടയം മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസിൽ ഇന്ന് വാദം കേട്ടു. നാളെ പ്രതിവാദം കഴിയുമ്പോൾ മലങ്കര മെത്രോപൊലിത്തയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി വിരിയുമെന്ന് സോക്കോൾ സഭാസ്നേഹികൾ ഇതിനകം സമൂഹ മാധ്യമങ്ങൾ വഴി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഭാസ്നേഹി, നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കാണിച്ച വൃത്തികേടുകൾ സാധാരണ ജനത്തിന് മനസ്സിലായി. അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം എത്തില്ലായിരുന്നു. നേതൃത്വത്തോടുള്ള അവിശ്വാസം കൊണ്ടല്ലേ ഇതിനെതിരെ കേസുണ്ടായത്? അതോ ഇനി യാക്കോബായക്കാരുടെ തലയിൽ കൈവയ്ക്കുമോ? ഇനിയെങ്കിലും തെറ്റി സമ്മതിക്കൂ, ഈ ധാർഷ്ട്യം അവസാനിപ്പിക്കൂ. ഈ കേസ് നേതൃത്വം ജയിച്ചാൽ സാധാരണ സഭാ കേസ് തോൽക്കുമ്പോൾ മാധ്യമ വിഭാഗം മെത്രാച്ചൻ വന്നു പറയുന്ന പോലെ ബബ്ബബ്ബ അടിച്ചു പോയാൽ മതിയോ? പ്രിയപ്പെട്ട വോട്ടർമാരെ, ഇങ്ങനെ ഒരു കേസ് വന്നെങ്കിൽ അത് ഈ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയെങ്കിൽ, സ്ഥിരം കൂലിയെഴുത്തുകാർക്ക് ഉറക്കം വിളിച്ച് എഴുതേണ്ടി വന്നെങ്കിൽ അതാണ് സഭയിലെ ജനാധിപത്യത്തിന്റെ വിജയം. അതുകൊണ്ട് കേസ് തോറ്റാലും ജയിച്ചാലും നമ്മൾ ഈ പോരാട്ടം തുടരും. കാരണം നമുക്ക് ഈ സഭയാണ് പ്രധാനം. അതുകൊണ്ട് ഈ അസോസിയേഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യും. ഒരു കൊച്ചച്ഛന്റെ ദേഹവിയോഗത്തിൽ ലോകം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുമ്പോൾ വിടല ചിരിച്ചിരിച്ചു ജസ്റ്റർ മഹിമ പറഞ്ഞ ഏത് സന്ദർഭമായാലും മൈക്ക് കിട്ടിയാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ ഔചിത്യബോധമില്ലാതെ ഭാവഭക്തി വിളമ്പുകയും ചെയ്യുന്ന ഒരെണ്ണത്തിനെ കൂടി നമുക്ക് വേണ്ട. ഇത് നമ്മൾ ജയിക്കും, സഭ ജയിക്കും.